ആസറേ ഇത് ബായി എഴുതിയല്ലട്ടാ. ബായിക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്ന് നിനക്കറിയാലോ. ബായും കൊയ്യൊന്നും അല്ല, ഇതാരാ ചെയ്തെന്ന് ആസറിനറിയാം. ആസറേ ആരെഴുതിയാലും ഫാത്തിമക്കാരോടോ പ്രേമുണ്ടെന്ന് അറിയണ്ടേ? കാക്കിന്റെ മാന്തൽ പോലെ JCBന്റെ മാന്തലേ. എന്തേ മാന്തണോ? എല്ലാരും കേൾക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും ഈ നാസർ ഫാത്തിമനെ കെട്ടും. അത് കെട്ടായോ? ഇതെവിടെയായിരുന്നു? എന്നോടൊന്നും പറയിപ്പിക്കണ്ട. നീ ഇതെന്ത് പോക്കിത്തരാടാ കാണിച്ചേ? ആ നാസർ വിചാരിക്കൂല ഞാനാന്ന്. എന്നെ തല്ലിട്ട് അങ്ങനെ സമാധാനമായിട്ട് കെട്ടണ്ട. ഞാൻ ഇതൊക്കെ പുകിലാണോ ഇനി ഉണ്ടാവുക? ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി? എനിക്ക് പേടിയാവളയാ. അവളെങ്ങാനും അരഞ്ഞാണ കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ലോ, തീർന്ന്. എന്ത് ചെയ്യൂ നീ? നമുക്കൊന്ന് ഭയനാണ്ടല്ലോ. വീട് പൊളിക്കണോണ്ട് കുഴപ്പമില്ല, പോലീസ് പിടിക്കും, കല്യാണം മുടങ്ങും, ഞാനും കൊടുക്കും. ആരാ നാസറേ? എന്താടാ? അവനോട് ഇല്ല, പുറത്താ. ആ പന്നീനോട് പോയി പറഞ്ഞോളെ, ഓനെവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നാസർ ഓനെ കണ്ടുപിടിച്ച് പെട്ട് തുണ്ടാക്കുന്നു. ഓന് പല പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്താണ്. ഓനെ എന്റെ പെണ്ണിന്റെ പുറകെ, ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്നിടത്തോണ്ട് പൂഴ്ത്തും. പെരുമാന് തങ്ങളൂടെ അറിയൂല. ബായ്, രക്ഷിക്കണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നമ്മളെ സുബൈന് ഒരു പാട്ട് പാടങ്ങൾ അവസരം കൊടുക്കണം. ഒന്നല്ല മുക്കരി, 5 പാടണം. ഈ ഡയറി നിറച്ച് പാട്ടാ. മുക്കരെ നടക്കൂല. ഇയാൾ അടുത്ത കല്യാണൊക്കെ പുകലും കറിയാലോ എന്ന് പറഞ്ഞാല് പെരുമാലിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനല്ലേ സുബൈർ? കലഹം ആരായിട്ട്? ബായ് സംരക്ഷണ സമിതിയും ബായ് ഓടിക്കാൻ സമിതിയും. എന്തിന്? കെട്ടൂല. എന്റെ പെരുമാനിത്തങ്ങളെ. പൊന്നുമോളെ, ഇഷ്ടമല്ലാത്തവനെ കെട്ടല്ലേ. ഞാൻ തന്നെ ജസ്റ്റ് എസ്കേപ്പാ. കിട്ടിയ ചാൻസിന് ഞാൻ കടിച്ചു തൂങ്ങിയതാ. നീ സങ്കടപ്പെടണ്ട. പെരുമാനിത്തങ്ങൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതിനിങ്ങനെ ഒരു ഭ്രാന്ത് കാണിക്കണോ? ലോകത്ത് അനേകം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. പാത്തു, നീ ഒന്ന് ഓർക്കണം, നമ്മൾ ഈ മാംസവും ചുവന്നുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം? അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം വാനോളം വരില്ലേ? മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും. എന്തെങ്കിലും ചെയ്, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വരാം. നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു. അതിലെ സ്നേഹം തുടിക്കൂ. വാ വാ വാ. മുജീബിനൊന്ന് വിളിച്ചിട്ട് ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. അബയെ പിടിച്ച് അരഞ്ഞാണത്തി കെട്ടിക്കോ. സ്റ്റേജിൽ കയറി ഒച്ചയില് അബിയാണ് അരഞ്ഞാനടിച്ചോണ്ട് പറ. തങ്ങളെ മൊത്തം കലാവൂലേ? ആവട്ടെ. അബി കുടുങ്ങട്ടെ. അപ്പൊ മുജിക്കായ അവന് മനസ്സിലാവും. എന്താ വിളിക്കണത്? അത് കേറിക്ക്. മാംസം 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 എന്തിനാക്കാ? എടോ മണ്ടച്ചാരെ, നീ ഏൽപ്പിച്ച മാംസം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഞാൻ ഏൽപ്പിച്ച മാംസം? ആ, അതല്ല ചെമ്പല് വന്തി കിടക്കണേ. നാളെ ഉച്ചയ്ക്ക് 12:30 തീവണ്ടിക്ക് അവൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭായി പോയാ എങ്ങനെ ജീവിക്കും? കുറെ ഇടി കൊണ്ടത് മിച്ചം. ഇങ്ങേരെന്തിനാ നേരെ തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നത്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതോടുകൂടി ബായ്ക്കൊരു സിദ്ധി ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കലഹോ? എന്തിന്?
അറിയൂല, ഇറച്ചി പ്രശ്ന. ഇറച്ചി പ്രശ്നോ? കല്യാണം മുടങ്ങുമോ? അതൊന്നും അറിയൂല, ഒരു അടിക്കുള്ള വക കാണുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭായിക്ക് എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട്. എന്നാ ഇടയിൽ കയറി കുത്തി മറിച്ച് കലമ്പാ. നമ്മുടെ ഭായിയുടെ കഴിവെന്തെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ പിന്നെ ഭായി ആര് നോക്കൂന്ന്? ഭായിനെ ഭായി കാത്തോളും. ഇത് വാ. നാസറേ, ചാറ്റ് വിളി. ആ സുഖം.